ഇന്ന് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ്. റീസ്റ്റോക്ക് ഐറ്റവും ഉണ്ട്, പുതിയൊരു കളക്ഷനും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വരെ നമുക്ക് ഇത് നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവരുവാണ്. ഈ ഒരു മോഡൽ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ മെറ്റീരിയൽ വന്നിട്ട് ക്രൈപ്പാണ്. യോക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു ഡിജിറ്റൽ പ്രിൻ്റ് വന്നിട്ട് അതിൽ ഫുള്ളും മിററിൻ്റെ സ്റ്റോണിൻ്റെയും വർക്കാണ് വരുന്നത്. ബോഡി പോർഷനിലൊന്നും മിറർ വർക്ക് വരുന്നില്ല. അതിൽ ഫുൾ ഇങ്ങനെ ഒരു പ്രിൻ്റ് പോകുന്നുണ്ട്. ലൈറ്റ് ഷെയ്ഡിൽ പ്രിൻ്റ് പോകുന്നുണ്ട്. പിന്നെ വന്നിട്ട് താഴെ ദാമനേരിയയിൽ വരുമ്പോഴും ആ ഒരു ഡിജിറ്റൽ പ്രിൻ്റിൽ മിററിൻ്റെ വർക്കാണ് വരുന്നത്. മിററും സ്റ്റോണും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ക്രൈപ്പ് മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. സ്ലീവിൻ്റെ പോർഷൻ ഇതാണ്. ബാക്ക് പോർഷൻ വരുമ്പോൾ ഇങ്ങനെ ആ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ പ്ലെയിനായിട്ടാണ് വരുന്നത്. ദാമൻ ഏരിയയിൽ ആ ഒരു ബോർഡർ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ബോട്ടം വന്നിട്ട് നല്ലൊരു സാൻഡോൺ മെറ്റീരിയലാണ് ബോട്ടം വന്നിട്ടുള്ളത്. ക്രൈപ്പ് മെറ്റീരിയൽ. ഇതിൽ ലൈനിങ് വരുന്നില്ല. ദുപ്പട്ട വന്നിട്ട് ഒരു ചിനോൺ ഫാബ്രിക്കിൽ ഫുള്ള് ഡിജിറ്റൽ പ്രിൻറ്റും സീക്വൻസും കൂടി സീക്വൻസ് അല്ല, മിററും കൂടി വരുന്ന ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഓണം കളക്ഷനായിട്ടൊക്കെ ഉപയോഗിക്കാൻ നല്ലൊരു ഐറ്റമാണ്. ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു ഐറ്റമാണ്. ഇപ്പോൾ നല്ല ഒരു 47 to 48 ഒക്കെ ലെങ്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമേ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ള കളക്ഷനാണ്. നല്ല സോഫ്റ്റ് ചിനോൺ മെറ്റീരിയലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 865 ആണ്. 865. ഫ്രീ ഷിപ്പിംഗ് നമ്മൾ പോസ്റ്റൽ മാത്രമേ കൊടുക്കുള്ളൂ. DTDC വേണമെന്നവർ 40 rupees എക്സ്ട്രാ പേ ചെയ്യണം. പിന്നെ ഈ ബുധനാഴ്ച വരെ നമുക്ക് പോസ്റ്റൽ വഴി അയക്കാനും പറ്റില്ല. അവിടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുന്നുണ്ട്. കുറച്ച് ദിവസത്തേക്ക് നമുക്ക് പോസ്റ്റൽ വഴി അയക്കാൻ പറ്റില്ല. പോസ്റ്റൽ വഴി വേണം എന്നുള്ളവർക്ക് അത് കഴിഞ്ഞ് നമുക്ക് അയച്ചുതരും. ഇത് നമ്മളുടെ ഒരു ട്രെൻഡിങ് ഐറ്റമാണ്. ഇത് നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡിൽ ഇപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഐറ്റമാണ്. ക്രോസ് ജോർജറ്റ് മെറ്റീരിയലിൽ ഫുള്ള് ഗോൾഡൻ സെറിയുടെ വർക്കാണ്. അതിൽ സീക്വൻസും കൂടി പോകുന്നുണ്ട്. ഇങ്ങനെയാണ് ടോപ്പ് പോർഷൻ വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. 3XL വരെയും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമേ. ഇങ്ങനെ വരും. ബോട്ടം വിത്ത് ലൈനിങ് സെയിം കളറ് ക്രേപ്പിൽ. ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 799. നെക്സ്റ്റ് വൺ അതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്കിൽ നമുക്ക് നല്ല എൻക്വയറി ഉള്ള ഐറ്റമാണ്. എൻക്വയറി പ്രീതി കുഞ്ഞുണ്ട് ഇതിന്. ടോപ്പ് വന്നിട്ട് ഇങ്ങനെയാണ്. ബോട്ടം വിത്ത് ലൈനിങ് ക്രൈപ്പിൽ വരും. ദുപ്പട്ട സെയിം ഫോസ്റ്റോജറ്റ് മെറ്റീരിയലിൽ. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ്. നമ്മൾ ഇത്രയും റേറ്റ് കുറച്ച് കൊണ്ടുവരുന്നതെന്ന് വെച്ച് ക്വാളിറ്റി ഇല്ലാത്തതാണെന്നും കരുതരുത്. നല്ല മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളവർക്കറിയാം. ഇതിങ്ങനെയാണ് വരുന്നത്. അടുത്തതും റീസ്റ്റോക്ക് ഐറ്റമാണ്. ഷിഫ്ലി ജോർജറ്റിൽ വരുന്ന ഐറ്റമാണ്. ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ഇതൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ്. അതിൻ്റെ ബാക്ക് പോർഷൻ പ്ലെയിനായിട്ട് വരും. ബോട്ടം വിത്ത് ലൈനിങ് ക്രൈപ്പിൽ. ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ദുപ്പട്ട ഫുള്ള് ത്രെഡിൻ്റെയും സീക്വൻസിൻ്റെയും വർക്കായിട്ടാണ് ദുപ്പട്ട പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 799. ഇത് ഈ മെറ്റീരിയലിന് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് വരുന്നുണ്ട്. നമുക്ക് ലെങ്ത് ദുപ്പട്ടയ്ക്ക് കുറവാന്നുള്ള കമൻ്റൊക്കെ വരുന്നുണ്ട്. ചിലതിന് 230 ആ ഒരു ലെങ്തേ വരത്തുള്ളൂ. ഇത് പക്ഷേ അതിൽ കൂടുതലുണ്ട്. ഇതെല്ലാം ദുപ്പട്ട നല്ല ലെങ്തി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അടുത്തത് നല്ലൊരു ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡ്. ബോട്ടം വിത്ത് ലൈനിങ് ക്രൈപ്പിൽ വരും. കണ്ടോ, ദുപ്പട്ടയ്ക്കൊക്കെ നല്ല ലെങ്ത് വരുന്നുണ്ട്.
ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ്. ബോട്ടം വിത്ത് ലൈനിങ് ക്രേപ്പിൽ ദുപ്പട്ട നല്ല ക്വാളിറ്റി ഐറ്റമാണ്. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. അടുത്തത് വന്നിട്ടൊരു ക്യാരറ്റ് പീച്ച് ഷെയ്ഡ്. ബോട്ടം വിത്ത് ലൈനിങ് ക്രേപ്പിൽ വരും ദുപ്പട്ട. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 799. ഫ്രീ ഷിപ്പിങ് ത്രൂ പോസ്റ്റൽ. DTDC വേണമെന്നുള്ളൊരു 40 rupees എക്സ്ട്രാ പേ ചെയ്യണേ. അപ്പോൾ ഏതെങ്കിലും വേണമെന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. പിന്നെ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയുടെ താഴെ കമൻറ്റ് കണ്ടിരുന്നു ഗിവ് അവേയിൽ പങ്കെടുക്കേണ്ട എങ്ങനെയാണെന്ന്. നമ്മൾ പ്രത്യേകിച്ച് റൂൾസ് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മളന്ന് സർപ്രൈസായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഗിഫ്റ്റ് കൊടുത്തായിരുന്നേ. അതായത് നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്നവരും ഷെയർ ചെയ്യുന്നതൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഒരാൾ ഇപ്പം നമ്മളുടെ ഓൾറെഡി സബ്സ്ക്രൈബേഴ്സായിട്ടുള്ളവർ പറഞ്ഞിട്ട് മെസ്സേജ് ഇടുവാനും പറഞ്ഞ് നമ്മളുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ്സ് എടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നവരും കമൻറ്റ് ഇടുന്നവരും നമ്മളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മളന്ന് ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സർപ്രൈസായിട്ട് ഗിഫ്റ്റൊക്കെ ആയിട്ട് നമുക്ക് വരാം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.